ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ ഇങ്ങ് എത്തിയല്ലേ. എല്ലാവരും ഓണം പർച്ചേസിംഗ് ഒക്കെ തുടങ്ങി. കടകളിലൊക്കെ ആണെങ്കിലും ശരിക്കും ആഡി സെയിലും അങ്ങനെയൊക്കെ ധാരാളം തുണികളൊക്കെ നമുക്ക് ഓഫറിലൊക്കെ കിട്ടുന്ന ഒരു സമയമായി തുടങ്ങി. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഓണത്തിനുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്കുകളും ആരംഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് ഫ്രോക്കുകൾ, കുറച്ച് ഓണം സ്പെഷ്യൽ ഫ്രോക്കുകളുടെ വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വീഡിയോ ആണിത്. ഓക്കെ, വളരെ ഈസി ആയിട്ട്, വലിയ തയ്യലൊന്നും അറിയാത്ത ആൾക്കാർക്കും വളരെ ഈസിയായി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്രോക്കുകളാണ് നമ്മൾ ഇടുന്നതൊക്കെ തന്നെയും. 1 മുതൽ 2 വയസ്സ് വരെയുള്ള അളവിലുള്ള ഫ്രോക്കാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങളൊരു ഫ്രോക്ക് തയ്ച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ആപ്പിൽ, നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ ഈ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യമേ പറഞ്ഞല്ലോ, 80 സെൻറ്റിമീറ്ററോളം ക്ലോത്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 മീറ്ററിൽ താഴെ ക്ലോത്ത് മതി. നോർമൽ ബോഡി ഷേപ്പ് വരുന്ന കുട്ടിയുടെ അളവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല വണ്ണമുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളൊരല്പം കൂടി എക്സ്ട്രാ എടുത്തുകൊള്ളുക. 1 മീറ്റർ ക്ലോത്തൊക്കെ എടുത്തുകൊള്ളുക. ഞാനിവിടെ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് യോക്ക് പോർഷന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ്. ഇത് താഴേക്ക് വരുന്ന ക്ലോത്താണ്. അപ്പോൾ മെഷർമെൻറ്റുകൾ ഞാൻ പറയാം. ആദ്യം നമുക്ക് ഈ യോക്ക് പോർഷന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് എടുക്കാം. ഇത് ഇതേ കണ്ടോ, 4 പീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരേ മെഷർമെൻറ്റിലുള്ള 4 പീസ്. മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാനൊന്ന് പറയാമേ. ഞാൻ ഇങ്ങനെ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും എളുപ്പമുണ്ടാവും. ഇതിൻ്റെ വിഡ്ത്ത്, അതായത് കഴുത്ത് തൊട്ട് നമ്മുടെ ആ ചെസ്റ്റിൻ്റെ പോർഷൻ വരെ വരുന്ന ഭാഗമാണിത്. ഒരു 5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പ് ഒരു 1 ഇഞ്ചോളം പോകും, താഴെയും മുകളിലുമായിട്ട്. ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതിനും താഴെ സ്കേർട്ട് പോർഷനുമായി അറ്റാച്ച് ചെയ്യുന്നതിനുമായി ഏകദേശം 1 ഇഞ്ചോളം പോകും. അപ്പോൾ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ 4 ഇഞ്ചോളം കിട്ടും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഈ വീതി എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. കണ്ടോ, തയ്യൽ തുമ്പ് അടക്കമുള്ള അളവുകളാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ മെഷർമെൻറ്റിലുള്ള 4 ക്ലോത്തുകൾ. ഓക്കെ, ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ മെഷർമെൻറ്റ് കൂടി ഒന്ന് പറഞ്ഞേക്കാം. അപ്പം ഓണം തീമായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ടിഷ്യൂ ക്ലോത്ത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ഏത് ക്ലോത്തിൽ വേണമെങ്കിലും തയ്ക്കാം കേട്ടോ. ഓണം സീരീസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ടിഷ്യൂ പോലെയുള്ള ക്ലോത്ത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കപ്പോൾ കോട്ടൺ ക്ലോത്തിലൊക്കെ വേണേലും ഏത് ക്ലോത്തിൽ വേണമെങ്കിലും ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്, അതായത് ചെസ്റ്റ് പോർഷൻ തൊട്ട് മുട്ട് വരെയൊക്കെ വരുന്ന പോർഷനാണ് ഈ പറയുന്നത്. ഇതിൻ്റെ തയ്യൽ തുമ്പ് അടക്കം ഞാനിവിടെ 18.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അടിഭാഗം നമ്മളല്പം വീതിയിലും മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചും പോകും. ഓക്കെ, അപ്പോൾ ഏകദേശം 16 ഇഞ്ചൊക്കെ നമുക്ക് ലെങ്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ താഴത്തെ ഭാഗം വീതി കുറച്ച് മടക്കി തയ്ച്ചാൽ മതി എന്നുള്ളവർ അതനുസരിച്ച് കുറച്ച് ക്ലോത്ത് എടുത്താൽ മതിയേ. 1-1.5 ഇഞ്ച് കുറച്ചെടുത്താലും മതി. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ഇനി ഈ ക്ലോത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 26 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, തയ്യൽ തുമ്പ് അടക്കമാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പ്ലീറ്റ്സ് കൊടുത്താണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കനം കുറഞ്ഞ തുണി ആയതുകൊണ്ടാണ് 26 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് തീരെ മെലിഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 20 ഇഞ്ചൊക്കെ എടുത്താലും മതി കേട്ടോ. അപ്പോൾ പ്ലീറ്റ്സ് കുറവ്, കോട്ടൺ, നല്ല കട്ടിയുള്ള കോട്ടൺ ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ ഒരു 20-21 ഇഞ്ചൊക്കെ എടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഞാനിത് ഇവിടെ ക്ലോത്ത് കൃത്യം പകുതിയായിട്ട് മടക്കിയിട്ടുണ്ട്. കണ്ടോ, 4 പീസ് ക്ലോത്താണ്. ഇതാണ് ഓപ്പൺ വരുന്ന ഭാഗം. അപ്പോൾ ഇവിടെ നമുക്ക് 8 പീസ് വരും. ഓക്കെ, ഇത് നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനാണ്. ഇത് നമ്മുടെ അടുത്തായിട്ട് വയ്ക്കുക. മനസ്സിലായല്ലോ അല്ലേ. ഇനി നമുക്കിതൊന്ന് മെഷർ ചെയ്യാം. ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ പോർഷനിലെ മുകൾ ഭാഗത്ത് നിന്നും, ഓക്കെ, നമ്മളിവിടെയാണ് കഴുത്തിൻ്റെ അളവ് കൊടുക്കുന്നത്, കഴുത്തിൻ്റെ അകലം. ഞാനിവിടെ 1.25 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഒരു 2 ഇഞ്ച് കിട്ടും. ഓക്കെ, 1.25 ഇഞ്ച് കഴുത്തിൻ്റെ അകലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് 2 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരുപോലെയാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിത് സെയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന തുണിയുടെ പ്രൈസ്, ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ മീറ്ററിനൊരു 200 രൂപയൊക്കെയുള്ള ക്ലോത്താണ് വാങ്ങിക്കുന്നതെങ്കിൽ 200 രൂപയുടെ കൂടെ നിങ്ങളുടെ സ്റ്റിച്ചിങ് ചാർജ് കൂടി ആഡ് ചെയ്ത് നിങ്ങൾക്കിത് സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങളിതിന് ലൈനിങ് ക്ലോത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്ലോത്ത് എത്ര രൂപയാണോ നിങ്ങൾക്ക് ചിലവായത് അത് പ്ലസ് ഒരു 200 റുപ്പീസും കൂടി ആഡ് ചെയ്ത് നിങ്ങൾക്കിത് സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, 100 രൂപയുടെ അല്ലെങ്കിൽ 150 രൂപയാണ് നിങ്ങൾക്ക് ക്ലോത്തിനാകെ ചിലവായതെങ്കിൽ നിങ്ങൾക്കിതൊരു 350-375 ആ ഒരു റേഞ്ചിന് പുറമേ കൊടുക്കാൻ പറ്റും. ഇവിടെ ഒന്ന് ചെറുതായിട്ട് കർവ് ചെയ്ത് വരയ്ക്കുക. റൗണ്ട് കഴുത്താണ് കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഒന്ന് വരയ്ക്കുക. ഇനി അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട്, ഓക്കെ, ഈ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഈ ഭാഗത്ത് ഈ എഡ്ജിലായിട്ട് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക്, കണ്ടോ, ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെയൊന്ന് ചരിച്ചുകൂടി വരച്ച് ഇത് കട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെയും കൂടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഞാൻ ഗോൾഡൻ കളർ ക്ലോത്ത് ആയതുകൊണ്ടാണ് ഈ ബ്ലൂ കളറിലുള്ള പെൻസിൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊന്ന് ശരിക്കും വരയ്ക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെയൊന്ന് കർവ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിൽ നമ്മൾ വളരെ വ്യക്തമായിട്ടാണ് ക്ലാസ്സുകൾ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഓരോ ചെറിയ ചെറിയ മാർക്കിങ്സ് പോലും കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞു തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും തയ്ക്കാൻ അറിയാത്ത ആളാണെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പെറ്റിക്കോട്ട് ഫ്രോക്ക് മുതൽ ഒരു ബർത്ത്ഡേ ഫ്രോക്ക് വരെ അതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഈ പോർഷനും ഈ ഭാഗവും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വിടർത്തി നോക്കാമേ. കണ്ടോ, 4 പീസ് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഫ്രണ്ട് പീസായിട്ടും ഒന്ന് ബാക്ക് പീസായിട്ടുമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രണ്ട് പീസായിട്ട് വരുന്നത്. ഇത് നമ്മുടെ ബാക്ക് പീസായിട്ട് എടുക്കാം. അപ്പോൾ ബാക്ക് പീസായിട്ട് വരുന്ന പീസിൽ നമ്മളിത് ഇവിടെ ഒരു ഓപ്പണിങ് കൊടുക്കണം. ഇവിടെ കൂടി ഒന്ന് കട്ട് ചെയ്യണം. ബാക്ക് പീസ് ഇതേ നമ്മളിങ്ങനെ 2 പീസാക്കിയിട്ടുണ്ട്. ഫ്രണ്ട് പീസ് ഇങ്ങനെ ഒന്നിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയും ചെയ്യേണ്ട കാര്യം ഫ്രണ്ട് പീസിലെ നല്ല ഭാഗങ്ങൾ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ, ഓക്കെ, ക്ലോത്തിൻ്റെ നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെക്കുക, കമഴ്ത്തി വെക്കുക. ഓക്കെ, ഇതും റോങ് സൈഡാണ്, ഇതും റോങ് സൈഡാണ്, അത് ശ്രദ്ധിച്ചോളുക. എന്നിട്ട് നമുക്കിത് ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തു കൂടി ഈ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെയും ഈ പോർഷൻ്റെയും കഴുത്തിൻ്റെ ഈ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെയും അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ ഈ നെക്കിൻ്റെ പോർഷനും ഇവിടെയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ പോർഷനും താഴോട്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഇവിടെ ചെറിയൊരു കട്ടിങ്സ് കൊടുത്തിട്ട് ഈ നെക്കിൻ്റെ നമ്മൾ തയ്യലിൽ കൊള്ളാതെ കൊടുക്കുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതും കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് റിവേഴ്സ് ചെയ്തെടുക്കാം. അപ്പം നല്ല ഭാഗമായി കണ്ടോ. ഇതുപോലെ ഇതിങ്ങനെ റിവേഴ്സ് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ഈ പീസുകളും റിവേഴ്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ എല്ലാ പീസും റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഇതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുക കണ്ടോ. അപ്പോൾ ഈ പീസും ഇതിൻ്റെ ബാക്ക് പീസിൻ്റെ ഈ ഭാഗവും ഇത് ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ തയ്യൽ തുമ്പ് ഒട്ടും പുറത്തു വരാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായോ? ഇതുപോലെ ഇങ്ങനെ ഇവിടെ നീളത്തിൽ തയ്ക്കുക. അതേപോലെ തന്നെ ഈ പീസും ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളിത് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടി. ഓക്കെ, ഇനി അതിന് ശേഷം ഈ 2 ഭാഗം കണ്ടോ, ഈ ഭാഗം ഇവിടെ നമുക്ക് ജസ്റ്റ് വെറുതെ ഇങ്ങനെയൊന്ന് മടക്കി തയ്ക്കുക. 2 ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് ഇങ്ങനെ ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് മടക്കി തയ്ക്കുക. ഓക്കെ, ഈ പോർഷനും ഇങ്ങനെ മടക്കി തയ്ക്കുക. ഇതേപോലെ തന്നെ ഈ ഭാഗവും ഇതേപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് കൊടുത്ത് മടക്കി തയ്ക്കുക. നമ്മൾ ഇതിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ എടുക്കാം. സ്കേർട്ടിൻ്റെ ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ സ്കേർട്ടിൻ്റെ ക്ലോത്ത് ഇതാണ്. സ്കേർട്ടിൻ്റെ ക്ലോത്ത് ഞാനിവിടെ 2 പീസുണ്ട്. ഇത് ഫ്രണ്ടും ബാക്കുമായിട്ട് 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ മുറിഞ്ഞ പോർഷൻ കണ്ടോ, ഈ ഭാഗം ഒരുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ കട്ടിങ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുക കണ്ടോ. അപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷൻ നമ്മുടെ അടുത്താണ്. നമ്മുടെ നേരെ എതിർ സൈഡിൽ ഇങ്ങനെ 4ആയിട്ട് മുറിഞ്ഞ് കിടക്കുന്ന ഭാഗമാണ്. അപ്പം ഇവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ മുറിഞ്ഞ ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ താഴത്തേക്കും ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് ഇതൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത്, ഇത് ആം ഹോളാണ് കേട്ടോ, ആം ഹോളിൻ്റെ പോർഷനാണ്. ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചിട്ട് ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് കണ്ടോ ഇങ്ങനെ വിടർത്തി എടുത്തിട്ട് ഇതിൻ്റെ ഈ നമ്മൾ കട്ട് ചെയ്ത പോർഷനല്ലേ ഈ ഭാഗം ഇത് ഒന്ന് മടക്കി തയ്ക്കുക. ഇങ്ങനെ ഒരു ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കണ്ടോ, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒന്ന് മടക്കി തയ്ക്കുക. ഇതും ഇതേപോലെ തന്നെ ഈ 4 പീസും 4 ഭാഗങ്ങളും 2 പീസേ വരുള്ളൂ ഫ്രണ്ടും ബാക്കുമായിട്ട്. അതിൻ്റെ 2 സൈഡ് വീതം ഇത് മൊത്തം ഇങ്ങനെയൊന്ന് മടക്കി തയ്ച്ചെടുക്കുക. ഈ പോർഷൻ നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട് കണ്ടോ, ഇവിടെ ഇങ്ങനെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മളിത് ഈ തുണിയുടെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ, ഈ ടോപ്പ് പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യേണ്ട ഈ ഭാഗത്ത് കൂടി ഇവിടെ ഫ്രില്ലെടുത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, ഞൊറിവ് എടുത്ത് കേട്ടോ. അപ്പോൾ അതിന് എളുപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ
ഇങ്ങനെ ഫ്രില്ലെടുത്ത് ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾ ഇതിൻ്റെ മേളിൽ കൂടി സ്റ്റിച്ചിങ് സ്പേസ് അകത്തിയിട്ട് കാണി അകത്തിയിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ആ നൂലിൽ പിടിച്ച് വലിച്ചാൽ മതി, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്ലീറ്റ്സ് ഇങ്ങനെ കിട്ടും. ഓക്കെ, പ്ലീറ്റ്സൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള കൃത്യമായ വീഡിയോ ഒക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ഇതിന് മുമ്പുള്ള ചാനലിൽ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടോ, അതേ കാണി അകത്തിയിട്ടിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നൂല് നമ്മളിവിടെ ഇങ്ങനെ അല്പം അകത്തി ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടുത്തെ നൂല് പോകാതെ ശ്രദ്ധിച്ചോണം കേട്ടോ, ഇങ്ങനെ പിടിക്കുമ്പോൾ ഊരി വരാതെ ശ്രദ്ധിച്ചോണം. ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ മെല്ലെ പ്ലീറ്റ്സ് ഇതിങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതിങ്ങനെ നൂല് പിടിച്ച് വലിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഈ ഫ്രണ്ട് പോർഷനുമായിട്ട് കണ്ടോ ഇതിങ്ങനെ വെക്കുക, ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ഇതിൻ്റെ കറക്റ്റ് ഈ ലെങ്തിൽ വേണം ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ എഡ്ജും വരത്തക്ക രീതിയിൽ ഇങ്ങനെ പിടിച്ചു വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക, ഇതുവഴിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ഈ ബാക്ക് പീസ് ഇതേ കണ്ടോ, ഞാനിവിടെ ഇത് രണ്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് നൂല് ഓടിച്ചിട്ടുണ്ട്, അപ്പം ഇത് വിട്ടു പോകാത്ത രീതിയിൽ ഇതേപോലെ തന്നെ നെക്സ്റ്റ് പീസ് എടുത്തിട്ട് ബാക്ക് പീസിലും വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ കണ്ടോ ഈ പീസിൽ ഈ സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക് പീസിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതേ അകത്തെ ഭാഗം കാണിച്ചു തരാം ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ മുകളിലേക്ക് വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചു വെച്ചിട്ട് ഇതിൻ്റെ മീതെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതേ ഇങ്ങനെ എഡ്ജിൽ കൂടി വേണം, ഒത്തിരി സ്റ്റിച്ച് പുറത്ത് കാണരുത്. ഇങ്ങനെ മീതെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലപോലെ ഇവിടെ തന്നെ ഒരു 1-2 സ്റ്റിച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ, ഇട്ട് പോകരുത്. ഓക്കെ, അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ഒരു നല്ല പതിച്ച് തയ്ച്ച പോലെ ഇരിക്കും, ആ ഒരു വ്യത്യാസം വരും. ഇനി അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഏകദേശം സ്റ്റിച്ചിങ് കഴിഞ്ഞു കണ്ടോ. ഇനിയിപ്പോൾ ഈ രണ്ട് സൈഡും ഈ കൈയുടെ ഇവിടം തൊട്ട് താഴത്തെ ഭാഗം വരെ ഇങ്ങനെ കൂട്ടി തയ്ക്കുക, 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കൂട്ടി തയ്ക്കുക. അതേപോലെ തന്നെ ഈ സൈഡും രണ്ട് സൈഡും ഇതുപോലെ കൂട്ടി തയ്ക്കുക. അതിനുശേഷം അടിഭാഗം നമ്മൾ ഇങ്ങനെ ഇത്തിരി വീതിയിൽ മടക്കി തയ്ക്കുക. നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് മടക്കി തയ്ച്ച് ഇങ്ങനെ മടക്കി തയ്ച്ചെടുക്കാം. രണ്ട് സൈഡും തയ്ച്ചതിന് ശേഷം മാത്രമേ അടിഭാഗം മടക്കി തയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ നല്ല ഭംഗിയുള്ള കുഞ്ഞുടുപ്പ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് തൊട്ട് ഒരു 5-6 വയസ്സ് വരെയൊക്കെയുള്ള, 6 ഒരു 7-8 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉടുപ്പാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിന് ബാക്കിലായിട്ട് ഇതേ കണ്ടോ, നമ്മളൊരു ഹുക്ക് അറ്റാച്ച് ചെയ്യണം കേട്ടോ. ഹുക്കും അയ്യോ അറ്റാച്ച് ചെയ്യണം, അത് കൈകൊണ്ട് തയ്ച്ച് പിടിപ്പിക്കുക. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇതുപോലെയുള്ള ഷോ ബട്ടൺ എന്തെങ്കിലും വെക്കുകയോ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂടുതൽ ഭംഗിയാക്കാം. അപ്പം വളരെ ഈസിയായി ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.